ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ പ്രദീപ് ടി.ആർ. ആണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നമ്മുടെ സിറ്റി വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം, ഈ ഓണ ദിവസം നമുക്കിന്ന് അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. ഈ സിറ്റി വിഷനിലേക്ക് വന്നത് വളരെ സന്തോഷമായി. അപ്പോൾ സാർ ഫയർഫോഴ്സിലാണല്ലോ? തീർച്ചയായും. അപ്പോൾ സാറിൻ്റെ ആദ്യം തൊട്ട് തുടങ്ങാം. സാറിൻ്റെ പഠനകാലം ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാം. ഞാൻ ഇടുക്കി ജില്ലയിലെ പെട്ട പെരിഞ്ചാംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെമ്പോപ്പാറ എന്ന ഗ്രാമത്തിലാണ് എൻ്റെ ജന്മവും വളർച്ചയുമെല്ലാം. 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ചെമ്പോപ്പാറയിലുള്ള പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻറ്റ് മേരീസ് സ്കൂളിലായിരുന്നു. ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളാണ്? ഫീസൊക്കെ വളരെ ചെറിയ എന്തായിരിക്കും, എന്തായാലും അതൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും വലിയ ഇതല്ല, ചെറിയുള്ളത്. 6 വരെയുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം അംഗീകൃതമല്ലാത്ത സ്കൂളിലെ വിദ്യാഭ്യാസം ആയിരുന്നുകൊണ്ട് അടുത്ത 7ാം ക്ലാസ്സിലേക്ക് നമുക്ക് പഠനത്തിനായിട്ട് നമ്മൾ അംഗീകാരമുള്ള സ്കൂളിലേക്ക് പോയി, പണിക്കൻകുടി സ്കൂളിൽ പോയി പരീക്ഷ എഴുതി. അവിടെ നിന്നും പാറത്തോട് സ്കൂളിലേക്ക് 7 മുതൽ പഠിക്കുന്നു. 7ഉം 8ഉം പാറത്തോട് സ്കൂളിൽ പഠിച്ചു. അപ്പോൾ ആ സമയത്താണ് മുരിക്കാശ്ശേരിയിൽ ഹൈസ്കൂൾ അനുവദിക്കുന്നു. സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ മുരിക്കാശ്ശേരിയിൽ അനുവദിക്കുന്നു. അപ്പോൾ പിന്നെ 9ഉം 10ഉം മുരിക്കാശ്ശേരിയിലായിരുന്നു പഠനം. 9ഉം 10ഉം പഠനശേഷം കോളേജ് വിദ്യാഭ്യാസം മുരിക്കാശ്ശേരി പാർവണ കോളേജിലേക്ക് ആയി. പാർവണ കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം മിക്കവാറും ജോലി തിരക്കുകളിലേക്കും ജോലി കാര്യങ്ങളിലേക്കും കിടക്കുകയാണ് ഉണ്ടായത്. എൻ്റെ അച്ഛൻ ഒരു ചെമ്പോപ്പാറയിലൊരു ചെറിയ വ്യാപാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കലും അത്യാവശ്യം കൃഷിപ്പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചു കാലം തുടർന്നു. ഇതിൽ കൂടിയും മെയിനായിട്ട് ഞാൻ പിന്നീട് കടന്നത് വാഹനങ്ങളുടെയും ഡ്രൈവിങ്ങിൻ്റെയും ഒക്കെ ലോകത്തേക്കാണ്. അതിനുശേഷം ഒരു 1994 കൂടി ഗവൺമെൻറ്റിൻ്റെ ആദ്യമേ KICBയിലും തുടർന്ന് ഫയർ സർവീസിലും ജോലി കിട്ടിയാണ് ഉണ്ടായത്. അതിപ്പോൾ 2024 മെയ് മാസത്തിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ നിന്ന് ഞാൻ വിരമിച്ചു. അതാണ് എൻ്റെ ഒരു ജന്മം മുതൽ സർവീസിൻ്റെ ഒരു ചെറിയൊരു വിവരണം എന്ന് പറഞ്ഞത്. ഈ സർക്കാർ ജോലി കിട്ടുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലും ജോലികൾ ചെയ്തിരുന്നു? ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അച്ഛനൊരു ബിസിനസ്സുകാരനായിരുന്നതുകൊണ്ട് അത്യാവശ്യം കൃഷിഭൂമിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് സാമ്പത്തികമായ ഒരു സംവിധാനം നമുക്ക് കുടുംബപരമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നൊരു ചുറ്റുപാടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി നിൽക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ഈ വാഹനങ്ങളോട് ഭയങ്കരമായ ഒരു ആകർഷണമോ അല്ലെങ്കിൽ അത് ഡ്രൈവ് ചെയ്യണോ എന്നുള്ള ഭയങ്കരമായിരുന്നു. വീട്ടിലും അന്നത്തെ കാലത്ത് ജീപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഡ്രൈവിംഗ് ഒക്കെ വളരെ നേരത്തെ തന്നെ പരിചയമായി. അവിടെ നിന്നും അന്ന് എൻ്റെ പ്രധാന ഹോബി ഡ്രൈവിംഗ് തന്നെയായിരുന്നു. അതൊരു വരുമാനത്തിന് വേണ്ടിയല്ല, എൻ്റെ ഹോബിക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും പല സ്ഥലങ്ങളിലും ഡ്രൈവിംഗ് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കാറുണ്ട്. അതൊരു ഹോബിയുടെ ഭാഗമായിട്ടാണ്. ഒരു വരുമാനം എന്നുള്ള നിലയിൽ എനിക്ക് അതിനെ കാണാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ നിൽക്കാറുമില്ല. കാരണം എനിക്കിഷ്ടപ്പെട്ട വാഹനം ഓടിക്കാൻ കിട്ടുന്ന എവിടെയായാലും പോകുമായിരുന്നു. അങ്ങനെ കുറച്ചു കാലം ചിലവഴിച്ചു. അതോടൊപ്പം ഇടയ്ക്ക് വരുമ്പോൾ അച്ഛനോടൊപ്പം ബിസിനസ്സിലൊക്കെ സഹായിക്കും, അങ്ങനെ നിൽക്കും. ഇതിനോടകം പല ഗവൺമെൻറ് സർവീസ് ജോബിലേക്ക് നമ്മൾ എത്തപ്പെട്ടുവെങ്കിലും പോലീസും അങ്ങനെ ഡിഫൻസിൻ്റെ പല മേഖലയിലേക്ക് എത്തപ്പെട്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതിലേക്കൊന്നും പോയില്ല. കാരണം പട്ടാളത്തിലും അതുപോലെ തന്നെ CSF പോലുള്ള ഇതിലും പോലീസിലൊക്കെ കിട്ടി. ചിലയിടത്തൊക്കെ കൈക്കൂലി അല്ലെങ്കിൽ മറ്റു സ്വാധീനങ്ങളൊക്കെ പ്രശ്നമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ 94 ആദ്യമായിട്ട് KICBയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം കിട്ടുന്നു. KICB ജോലിക്ക് കയറുന്നു. അത് കുളമാവിലായിരുന്നു. KICBയിലെ ജോലി തുടരവെയാണ് PSC മുഖേന ഫയർ സർവീസിലേക്ക് ജോലി കിട്ടും. അപ്പം 1995 ഏപ്രിൽ മാസം 1-ാം തീയതി തൊട്ട് ഞാൻ സംസ്ഥാന സർവീസിൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഭാഗമായി. അത് 2024 മെയ് വരെ തുടർന്നു. സാറിൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒരു ഓണക്കാലം വല്ലതും സാറിൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ടോ? തീർച്ചയായും. ഒന്നല്ല, നിരവധി ഓണക്കാലങ്ങൾ നമുക്ക് പറയാൻ കഴിയും. കാരണം ഹൈറേഞ്ചിൽ ജനിച്ചു വളർന്ന ഒരു ആളെന്നുള്ള നിലയിൽ നമുക്കറിയാലോ, ഹൈറേഞ്ചിലെ ഒരു കുടുംബ ബന്ധങ്ങൾ, അയൽവക്ക ബന്ധങ്ങൾ, സമൂഹമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ വലുതാണ്. അപ്പം നമ്മൾ ഇടുക്കി പോലുള്ള ജില്ലകളിൽ
കൂടുതലും ഈ ക്രിസ്ത്യൻ സമൂഹം അധിവസിക്കുന്ന ഒരു പ്രദേശം എന്നുള്ളതല്ല, കൂടുതലും ഓണം ആഘോഷിക്കാൻ മുന്നേ നിൽക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു ജനതയായിരിക്കും. അവരായിരിക്കും അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ പൊലിമയിലേക്ക് വരുന്നത്. എല്ലാവർക്കും ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ്, കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുക, കൂടുതൽ ആഘോഷങ്ങളിലേക്ക് തിരിയുക, മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ആ ഒരു വലിയൊരു ലെവലിലേക്ക് പോകുന്ന അങ്ങനെ. അപ്പോൾ എൻ്റെ വീട്ടിൽ മിക്കവാറും എല്ലാ ഓണക്കാലം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏതാണ്ട് എല്ലാ ഓണക്കാലവും അത്യാവശ്യം ഭംഗിയായി തന്നെ ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ അയൽവക്കത്തുള്ള കുറേ വീടുകളിൽ നമുക്ക് സമപ്രായക്കാരും താഴെയുള്ളവരും മുതിർന്നവരും ഒക്കെ ആയിട്ട് വളരെയധികം ആളുകളൊക്കെ വീട്ടിൽ കൂടുകയും നമ്മൾ ഊഞ്ഞാലും ഒക്കെ കെട്ടി അന്ന് എന്തൊക്കെയാണോ ആഘോഷിക്കാൻ പറ്റുന്നത് ആ ആഘോഷങ്ങളിലേക്കൊക്കെ കിടക്കുകയും വടംവലിയും വോളിബോളും പന്തുകളിയും പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വളരെ സജീവം. കാരണം ഓണക്കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-20 ദിവസം അതിൻ്റെ പുറകെ തിമിർത്ത് നടക്കുകയാണ്. അപ്പം അതിനൊന്നും ടൈം ലിമിറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത് പഠനകാലത്താണേലും ശരി, അല്ലാത്തപ്പോഴാണേലും ശരി. അത് ശരിക്കും ഒരു പാച്ചിലാണ്. അപ്പം ഇടതടവില്ലാത്തൊരു പാച്ചിൽ. അത് വീട്ടിൽ വെച്ച് തന്നെ ആവണമെന്നില്ല. നമ്മുടെ അയൽവക്കത്തുള്ള വീടുകളാകാം, മറ്റ് സ്ഥലങ്ങളിലുള്ള വീടുകളാവാം. അതൊരു പരിധിയില്ലാത്ത ആഘോഷമുണ്ട്. ശരിക്കും അത് ആ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ, അതായത് ഒരു 20 വയസ്സിന് ബാക്കിലുള്ള ഒരു കാലഘട്ടത്തിൽ അത് അവസാനിച്ചു. ഇപ്പോഴത്തെ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ഇതിനു വേണ്ടി ആഘോഷിക്കാൻ വേണ്ടി ആഘോഷിക്കുന്നതാണ്. നമ്മളുടെ ഉള്ളിൽ നിന്നും വന്നിട്ടൊരു ഓണാഘോഷമൊന്നും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. അപ്പോൾ സാറിൻ്റെ ഈ ജോലി തിരക്കുകളും അതിനുള്ള ഉള്ളിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ജീവിതയാത്രയിൽ സാറിൻ്റെ മനസ്സിന് എന്തെങ്കിലും വേദന തോന്നിയിട്ടുള്ള അനുഭവങ്ങളോ വേദനിപ്പിച്ചിട്ടുള്ളോ അല്ലെങ്കിൽ പ്രത്യേകമായി എടുത്തൊരു വേദനയായി തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഓർമ്മയിലുണ്ടോ? എൻ്റെ സർവീസ് കാലത്തെയാണോ ഉദ്ദേശിക്കുന്നത്? സർവീസ് കാലമാകാം, പഠനകാലമാകാം, മറ്റേത് സാഹചര്യത്തിലും ഒരു സ്പെഷ്യലായിട്ടൊരു ഉള്ളിൽ നമ്മുടെ മനസ്സിൽ വേദനയായിട്ട് തോന്നുന്ന ഒരു അനുഭവം. അങ്ങനെ ചോദിച്ചാൽ കഴിഞ്ഞ 29 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 56 വയസ്സിൽ എത്തി നിൽക്കുന്ന ഞാൻ കഴിഞ്ഞ 29 വർഷക്കാലം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ആളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ആ സർവീസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തീർത്തത്. ആ യാത്രയ്ക്കിടയിൽ ഞാൻ മനസ്സിലാക്കിയത് മനുഷ്യ മനസ്സുകളുടെ അല്ലെങ്കിൽ മനുഷ്യ ജന്മങ്ങളുടെ ആ ഒരു അർത്ഥമില്ലായ്മയും അല്ലെങ്കിൽ വാരിക്കോരി സമ്പാദിക്കാനുള്ള എല്ലാം എത്തിപ്പിടിക്കാനുള്ള മനുഷ്യൻ്റെ വ്യഗ്രതയ്ക്കുള്ള ഒരു വലിയ തിരിച്ചടി സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് എല്ലാ കാലവും മനുഷ്യനെ തിരിച്ചു കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അത്തരം ധാരാളം നമ്മളെ മുറിവേൽപ്പിച്ച മനുഷ്യൻ എത്ര നിസ്സാരനാണ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ അഹങ്കാരത്തിൽ നിന്നും യാതൊരു കാര്യവുമില്ല എന്ന് തോന്നിപ്പിക്കുന്നതായ ധാരാളം സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. മനുഷ്യൻ ബലഹീനനാണ് എന്ന് നമുക്ക് തെളിയിച്ചു തരുന്ന മനുഷ്യൻ നമുക്ക് പ്രകൃതിക്കും അല്ലെങ്കിൽ മറ്റ് ദുരന്തങ്ങൾക്കും ഒന്നും അതീതനല്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്തും നേരിടേണ്ട അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അതിൽ നമ്മൾ കീഴ്പ്പെട്ടു പോകുമെന്നുള്ള ആ ഒരു സാഹചര്യം വ്യക്തിപരമായിട്ട് എന്നെ വല്ലാണ്ട് സ്പർശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഉറ്റവരുടെ വിയോഗമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അങ്ങനെയൊന്നും പറയല്ല. എൻ്റെ ഏറ്റവും അടുത്ത ഉറ്റവരെന്ന് തന്നെ എൻ്റെ അച്ഛൻ്റെ മരണം മാത്രമേ ഇതിലുള്ളൂ. അല്ലാതെ അതിനേക്കാൾ എല്ലാം ഉപരി ഞാൻ അതിനെ കാണുന്നത് അങ്ങനെയല്ല. സമൂഹത്തിലെ മുഴുവൻ മനുഷ്യജീവികളും ജീവജാലങ്ങളും എല്ലാം സമമാണ്, അല്ലെങ്കിൽ അവരുടെ എല്ലാ ജീവനും ഒരേപോലെ വിലയുണ്ട്, അവരുടെ പ്രശ്നങ്ങൾക്കും അതുപോലെ വിലയുണ്ടെന്ന് കണക്കൂട്ടുന്ന ഒരാളാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞത്, അത് അത്രത്തോളം ആഴത്തിൽ തിരിച്ചറിയുന്നത് ഈ സർവീസിൻ്റെ ഭാഗമായപ്പോഴാണ്. കാരണം ഞങ്ങൾ ബന്ധപ്പെടുന്ന കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അല്ലെങ്കിൽ ലോകത്തെവിടെയുമുള്ള ഇത്തരം ദുരന്ത മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരെപ്പോഴും കാണുന്നത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലേക്കാണ് അവരോട് പറയുന്നത്. ഒരിക്കലും മനുഷ്യൻ്റെ നല്ല കാലത്തിൽ അവരുടെ നന്മയിൽ അവരുടെ വലിയ ഉയർച്ചയിലൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സർവീസ് അവിടെ ആവശ്യമില്ല. അവരൊരിക്കലും അവിടെ എത്തപ്പെടേണ്ട കാര്യവുമില്ല. മറിച്ച് ഞങ്ങൾ ചെല്ലുന്നത് അവരുടെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒക്കെ ഏറ്റവും മോശമായ ഏറ്റവും പരിധിയില്ലാത്ത ഒരു തകർച്ചയുടെ വക്കിലായിരിക്കും ഞങ്ങൾ അവരുമായിട്ട്. അപ്പോൾ അവർ എത്ര ഉന്നതരായാലും ഏത് ലെവലിലുള്ള ആളുകളാണേലും അവരുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ സ്പർശിക്കും. അതിലൂടെ ഒരു സാമൂഹ്യമായൊരു ബന്ധം
എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതാണ്. കാരണം ഞാൻ ഈ സമൂഹത്തിലൊരു അറിയാലോ, നമ്മുടെ ജില്ലയിലൊക്കെ ജനിച്ച് വളർന്ന് ഇവിടെ എത്താൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും അറിയപ്പെടുന്നൊന്നുമില്ല. കാരണം കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫാമിലിയിലോ അല്ലെങ്കിൽ അത്ര സമൂഹത്തിലോ ഒന്നും അല്ല നമ്മളാരും ഇപ്പോഴും ജീവിക്കുന്നത്. നമ്മുടെ ഇടുക്കി ജില്ല ഇന്നും നമ്മളൊരു എന്താ പറയുക, ഒരു പിന്നോക്ക ജില്ല എന്നുള്ള ആ ഒരു കാറ്റഗറി കിടക്കുന്ന ഒരു ജില്ലയാണ്. അതിലേറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 12 നമ്മൾ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ വേറെ മുന്നിൽ വന്നു എന്ന് മനസ്സിലാവും. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ എന്നോട് സംസാരിച്ചു, പറഞ്ഞു ഇടുക്കിയില്ല. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ ബാംഗ്ലൂർ ഷിരൂർ നടന്നിരിക്കുന്ന അപകടമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ നിലവിലുള്ള നമ്മുടെ ചാനലുകളെല്ലാം തന്നെ മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ലൈവ് ഇത് എപ്പോഴും തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് മാക്സിമം ഒരു ദിവസം 3-4 തവണ പല ചാനലുകൾക്കും ലൈവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് ചോദിച്ചു, ഇടുക്കി ജില്ലയിലൊക്കെ ജനിച്ചു വളർന്നിട്ട് ഇത്ര ഇതായല്ലോ. ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിനു വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടല്ല, ഒന്നും കരുതി വെച്ചിട്ടോ അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടോ അതിനുവേണ്ടി യാത്ര ചെയ്തോ അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മളെ പതുക്കെ തേടി വന്നെ. ഞാനിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത് പോലും അങ്ങനെയാണ്. അപ്പം ഞാൻ എന്ന് നിൽക്കുന്നത് മനുഷ്യൻ്റെ പക്ഷത്താണ്, അല്ലാതെ വേറെ അതിനകത്ത് വേറെ ഒന്നും രണ്ടാമതൊന്നും മറിച്ച് പറയാനൊന്നുമില്ല. മനുഷ്യനാവണം എന്ന് നമ്മൾ പറയുന്നിടത്താണ് അതിൻ്റെ കാര്യങ്ങളിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ നമുക്കിപ്പോൾ നഷ്ടമായതും ആ മനുഷ്യ ബന്ധങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പഴയകാലം ഓണക്കാലം ഒക്കെ പറയുന്നു. ഇനി ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു കാലഘട്ടം നിസ്വാർത്ഥമായ അല്ലെങ്കിൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാത്ത ഒരു ആഘോഷങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ ലോകവും വിശേഷിച്ചാൽ നമ്മുടെ കേരള സമൂഹവും ഒക്കെ വലിയ കൊടിയ ജാതി വ്യവസ്ഥയുടെയും കൊടിയ ഇതിൻ്റെയും, നമ്മളോട് ഒരു കൂട്ടുകാരൻ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒരാളോട് പരിചയപ്പെട്ടാൽ അവൻ നമ്മുടെ ആളാണോ, അവൻ ആര് എന്ന് ചോദിക്കുന്ന ആ ഒരു ഇതിലേക്ക് വന്നു. പണ്ട് നമുക്ക് ചിന്തയില്ല, കൂട്ടുകാരൻ്റെ പേര് അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ പേര് നമുക്കറിയാമെങ്കിൽ പോലും അതാരെന്ന് നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ വിശകലനം ചെയ്യാറില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ അപൂർവം പേര് ചെയ്യുന്നുണ്ടാവും, ചെയ്യാതെ ഒക്കെ എന്താണ് അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. എങ്കിൽ പോലും സമൂഹം പൊതുവെ കാണുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയത്തിനും നമ്മളുടെ സാമൂഹ്യ സംവിധാനത്തിനും ഇതിന് വലിയൊരു പങ്കുണ്ടെന്നാണ് ഞാനില്ല. സാറിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉള്ള മറുപടി കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ സമൂഹം നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ന് പേരിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതാണ്ട് 60-കൾ 70-കൾക്ക് മുമ്പ് ചിന്തിച്ചിരുന്ന ആ രീതിയിലേക്ക് ഇന്ന് മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുന്നു, അങ്ങനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാറ് പറഞ്ഞു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു വ്യത്യാസം വരുത്തുവാൻ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ജനങ്ങൾ അത് ഒന്നായി കാണേണ്ട ഒരവസ്ഥ ഈ ഓണക്കാലത്തെങ്കിലും മനുഷ്യൻ പ്രതീക്ഷിക്കേണ്ടതാണ്, അങ്ങനെ ചിന്തിക്കേണ്ടതാണ്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് സ്വല്പം കുസൃതിയോടെ ചോദിക്കട്ടെ. ഈ പഠനകാലവും ഒക്കെ കടന്നു പോകുന്നപ്പോൾ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും മിക്സഡ് കോളേജൊക്കെ ആണെന്ന് ഞാൻ ധരിക്കുന്നു. സാറിന് ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രേമബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രേമബന്ധം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എന്താ പറയുക, പ്രേമം എന്ന് പറയുന്നേക്കാൾ ഒരു സ്നേഹബന്ധം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മിക്സഡ് കോളേജ് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും എല്ലാം നമ്മൾ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരായ നമുക്ക് സമപ്രായരായ പെൺകുട്ടികൾ, ഇവരോടെല്ലാം നമുക്ക് വളരെ ആഴത്തിലുള്ള സ്നേഹബന്ധം അന്നും ഇന്നും എനിക്കുണ്ട്. ഞാനിപ്പോഴും ശരിക്കും ഓർക്കുന്നു, എനിക്ക് ശരിക്കും കൂടുതൽ കൂട്ടുള്ളത് പെൺകുട്ടികളോട് തന്നെ, ആണുങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ കൂട്ടുകാരുടെ വലയത്തിലുള്ള പെൺകുട്ടികൾ തന്നെയാണ്. ഞാൻ വളരെ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവരോട് വളരെ ആരോഗ്യകരമായ ഒരു ബന്ധം പുലർത്താൻ അന്നും ഇന്നും പുലർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് എന്നോടൊപ്പം കഴിഞ്ഞ 28 വർഷം കഴിഞ്ഞ എൻ്റെ ഭാര്യയും ഞാൻ സ്നേഹബന്ധത്തിലൂടെ വിവാഹം കഴിച്ച പെൺകുട്ടിയാണ്. അപ്പം അതിനു മുമ്പും എനിക്ക് പല പെൺകുട്ടികളെയും വിവാഹം കഴിക്കണം അല്ലെങ്കിൽ കഴിക്കാൻ കൊള്ളാം എന്നൊക്കെ പല ആലോചനകളും മനസ്സിലൊക്കെ ഇങ്ങനെ വേറെ ഇതുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും ഞാൻ എത്തിയില്ല. കാരണം എല്ലാവരോടും വളരെ സൗഹൃദമായിട്ട്, ചിലരോട് വളരെ കൂടുതൽ അടുപ്പം കാണിക്കും. പക്ഷെ അതൊന്നും അതിലേക്ക് എത്തിയില്ല. ഞാൻ എന്തായാലും ഒരു പെൺകുട്ടിക്ക് മാത്രമാണ് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്തോടെ പറഞ്ഞോളൂ. ആ പെൺകുട്ടിയുടെ അച്ഛനോട് തന്നെ അത് നേരിട്ട് പറയുന്നു, വിവാഹം ആലോചിക്കുന്നു. അത് കുടുംബപരമായിട്ട് തന്നെ ആലോചിക്കുന്നു, വിവാഹം കഴിക്കുന്നു. അവരാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്, എൻ്റെ ഭാര്യ. ഭാഗ്യവശാൽ എനിക്ക് ഏറ്റവും യോജിച്ച ഒരാളെ എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അവരെൻ്റെ കൂടെ വന്നതിന് ശേഷവും എൻ്റെ ഈ സുഹൃത്ത് ബന്ധത്തിനൊന്നും യാതൊരു
തടസ്സവും വിലങ്ങുതടിയും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്നും പൂർണ്ണ മനസ്സോടെ എൻ്റെ എല്ലാ സൗഹൃദങ്ങളെയും മനസ്സിലാക്കുന്ന ഒരു ഭാര്യയായിട്ട് അവരിപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്കൊരു മകനാണുള്ളത്. അപ്പോൾ അവൻ്റെ വിവാഹവും വിദ്യാഭ്യാസവും ജോലി കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞതാണ്. അപ്പോൾ അതൊരു ഞാൻ പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധം ഞാൻ ശരിക്കും നന്നായി ആഴത്തിൽ ചിന്തിക്കാറുണ്ട്. ഈ സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സമൂഹത്തിലെ ഒരു ഇതാണ് പെണ്ണുങ്ങളെന്ന് സ്ത്രീകളെന്ന് പറയുന്നത്. ശരിക്കും അതൊരു തെറ്റിദ്ധാരണയാണെന്നുള്ള വിലയിരുത്തലുകാരനാണ് ഞാൻ. ഈ സമൂഹത്തെ, നമ്മളുടെ കുടുംബത്തെ, നമ്മളുടെ കുട്ടികളെ, കുടുംബം എന്ന് പറയുന്നിടത്തെ ഒന്നാമത്തെ നമ്മുടെ തെളിയുന്ന നമ്മുടെ കുടുംബത്തിലെ മുഖം എന്ന് പറയുന്നത് സ്ത്രീയാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, അല്ലെങ്കിൽ അമ്മയാണ്, പെങ്ങളാണ്, മകളാണ്. ഇതെല്ലാം ആ കുടുംബത്തിൻ്റെ മുഖമാണ്. ഇവരില്ലാത്ത ഒരു കുടുംബം നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. നമ്മളൊരു നേരം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ അമ്മയില്ല, അല്ലെങ്കിൽ ഭാര്യയില്ല, മകളില്ല, അല്ലെങ്കിൽ അവരവിടെ നമ്മളുമായിട്ട് നല്ലൊരു ഇതിലല്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം എന്ന് നമ്മൾ പിന്നെ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹം തിരിച്ചറിഞ്ഞു. ഇന്നിപ്പം അതിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പം സ്നേഹബന്ധത്തിൻ്റെ പേരിൽ റോഡിൽ കാമുകിയെ കുത്തിക്കൊല്ലുന്നതും മണ്ണെണ്ണ ഒഴിച്ചു കൊല്ലുന്നതും, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ചു കൊല്ലുന്നതും, അല്ലെങ്കിൽ കാമുകനെ കൊല്ലുന്നതും എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിൽ നമ്മളിതെല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ ആഘാതം ഏൽപ്പിക്കുന്നില്ല. പണ്ട് ഇപ്പം നമ്മൾ പറയാറുണ്ട് നിരാശാ കാമുകൻ എന്നൊക്കെ ഉള്ള ഒരു റോള് പഴയ കാലത്തുണ്ടായിരുന്നു. ഇന്നിപ്പം നിരാശാ കാമുകനൊന്നുമില്ല. കാരണം താടിയും മുടിയൊക്കെ വളർത്തി ഇങ്ങനെ അലക്ഷ്യമായ വസ്ത്രം ധരിച്ച് നടക്കുന്നവരൊക്കെ നിരാശാ കാമുകൻ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ കണ്ടിരുന്നത്. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലം നമ്മുടെയൊക്കെ ചെറുപ്പകാലം അങ്ങനെയായിരുന്നു നിരാശ. ഇന്ന് നിരാശാ കാമുകന്മാരൊന്നുമില്ല. ഇന്നെല്ലാം ഭയങ്കര ഇതായിട്ടുള്ള പോപ്പുലറായിട്ടുള്ള ഭയങ്കര ഇതായിട്ടുള്ള അതിൻ്റെ ഭാഷ എന്നാന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ കാമുകനും കാമുകിയൊക്കെ ഉള്ളത്. അപ്പം രണ്ടുപേർക്കും ഈ കഴിഞ്ഞ ദിവസം കണ്ടു നേര്യമംഗലത്ത് പനംകുട്ടിയിൽ കാമുകിയുടെ കൊട്ടേഷനിൽ, കാമുകി എന്ന് പറയാൻ മേല, അവർ എന്താ പറയുക ലിവിങ് ടൂതർ ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവർ, അവരുടെ കൊട്ടേഷനിൽ പനംകുട്ടിയുടെ ഭാഗത്ത് വെച്ച് കാമുകിനെ കാറിൽ കെട്ടിയിടുകയും അവൻ്റെ ഫോണും ഒക്കെ കവർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത്തരം ബന്ധങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിലുള്ളത്. അതായത് സ്നേഹവും പ്രേമവും ഒന്നും ഇല്ല, ഇതിനകത്തില്ല. അപ്പോൾ ഉള്ള ലാഭങ്ങളും അപ്പോൾ ഉള്ള അവർ ഇച്ഛിക്കുന്ന ജീവിതവും ആഗ്രഹിച്ച് കൂടെ കൂടുന്നു. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചർച്ചക്കുറവുണ്ടാകുമ്പോൾ പിരിയുന്നു. അപ്പോൾ തനിക്ക് ദോഷകരമായി എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ മറ്റോ ഒക്കെ അവർ ഇരുപക്ഷത്തും ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റത്തേക്ക് ചെയ്യുന്നു. കേരളം എന്നല്ല, ഇന്ത്യ മുഴുവൻ, നമ്മുടെ ലോകം മുഴുവൻ നടക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, നമ്മളുടെ സമൂഹത്തിൻ്റെ മൂല്യച്യുതി എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ സ്നേഹബന്ധങ്ങൾ, യഥാർത്ഥ സ്നേഹം, കാരണം പണത്തിനും പദവിക്കും പ്രശസ്തിക്കും അതീതമായ മനുഷ്യൻ എന്ന നിലയിലുള്ള സ്ത്രീ, അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷൻ എന്നുള്ള നിലയിലുള്ള ഒരു റിയൽ ലൈഫ് നഷ്ടപ്പെട്ടിടത്താണ് നമ്മളുടെ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. അപ്പം അതെന്ന് തിരിച്ചറിയുന്നോ ആ തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ഇനിയൊരു നല്ലൊരു ജീവിതം, നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുള്ളൂ എന്നായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഈ സമൂഹത്തെക്കുറിച്ച് സാർ വളരെ തീക്ഷ്ണവും ശക്തവുമായ രീതിയിലൊരു വിമർശനവും കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സാറിനോട് ഇനി ഒരു കാര്യം ചോദിക്കുന്നു. ഈ ഓണക്കാലത്തെക്കുറിച്ച് എന്ത് സന്ദേശമാണ് ഇനി ഈ സമൂഹത്തിന് സാറിന് നൽകാനുള്ളത്? ഓണക്കാലം എന്നല്ല, ഓണക്കാലത്ത് നമ്മളിപ്പം കൊടുക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് വന്നത്. എങ്കിൽ പോലും ഓണം നമുക്ക് 10 ദിവസം കൊണ്ട് തീരും. അതിനപ്പുറം നമ്മുടെ ജീവിതം എന്നും ഇങ്ങനെ മനുഷ്യ ജന്മവും അതിൻ്റെ ജീവിതവും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇടതടവില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കേണ്ട കാര്യമില്ല. നിസ്വാർത്ഥമായ സ്നേഹബന്ധം, അത് സ്ത്രീ പുരുഷനായാലും സമൂഹത്തിനോടായാലും നമ്മളുടെ മനുഷ്യ വംശത്തോടുള്ള നിസ്വാർത്ഥമായ സ്നേഹം നിലനിർത്താൻ അത് എത്ര തീവ്രതയോടെ, എത്ര മാത്രം ആത്മാർത്ഥതയോടെ കൊണ്ടുപോകാൻ സാധിക്കുന്നു, നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു. സമൂഹത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ചെയ്തികളെ, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിനോട് എതിരെ ഇടപെടുന്ന ഭരണവർഗത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഇതിൻ്റെയൊക്കെ കടന്നുകയറ്റത്തെ ഒന്നിച്ച് നിന്ന് ചെറുക്കാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ പൊള്ളത്തരങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സാധാരണക്കാരായ മനുഷ്യരുടെ, അല്ലെങ്കിൽ നന്മ ചിന്തിക്കുന്നവരുടെ ആ ഒരു വലിയ കൂട്ടായ്മ, മറ്റെന്തിനും അപ്പുറമായിട്ട്, ജാതിക്കും മതത്തിനും വർണ്ണ വ്യത്യാസത്തിനെല്ലാം അതീതമായ ഒരു കൂട്ടായ്മയും സ്നേഹബന്ധവും അത് പുലർത്തിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടുകയുള്ളൂ.
അല്ലാതെ നമ്മളിങ്ങനെ പണം സമ്പാദിച്ച് കൂട്ടി അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കൂട്ടി മക്കളുടെ പദവി പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാനിപ്പോൾ മിക്കവാറുമുള്ള കാര്യങ്ങളിലെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എത്ര മൂലിച്ചു കയറും, എവിടെ നോക്കിയാലും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ കോളേജ് റിസൾട്ടൊക്കെ വരുമ്പോഴത്തേനും A+കാരുടെ ബാനറും ഇത് മാത്രമേ ഉള്ളൂ. അത് കണ്ടാൽ നമുക്ക് തോന്നും ഈ സമൂഹത്തിൽ A+ വാങ്ങുന്ന കുട്ടികൾ മാത്രമാണോ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ അവർ മാത്രമാണോ മിടുക്കരെന്ന് നമുക്ക് തോന്നും. അവരെക്കാളുമൊക്കെ അവർ മിടുക്കരല്ലെന്നല്ല നമ്മൾ പറയുന്നത്, അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ മേലിൽ മിടുക്കരായിട്ടുള്ള മുഴുവൻ A+ ഇല്ലാത്ത അല്ലെങ്കിൽ 2 A+ കുറഞ്ഞു പോയ അല്ലെങ്കിൽ ആവറേജ് കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് മറ്റു പല കഴിവുകളുമുണ്ട്. വളരെയധികം നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന വളരെയധികം കഴിവുകളും അവരിലുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ കാണാതെ പോവുകയാണ് നിർഭാഗ്യം. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഉപരിപ്ലവമായ ചില കാര്യങ്ങളുടെ പുറകെ സമൂഹം പായുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് മീഡിയകളും നമ്മുടെ ചാനലുകാരും മാധ്യമങ്ങളും ഇതെല്ലാം ഇവരുടെ ഒരു പ്രൊമോഷൻ മാത്രമാണ് ഇവർ ഇതിനകത്ത് ലക്ഷ്യമിടുന്നത്. സമൂഹത്തിന് പണ്ടൊക്കെ നമ്മൾ പറയും ഒരു പത്രമാധ്യമ ധർമ്മം എന്നൊക്കെ നമ്മൾ പറയും. അതിപ്പോൾ പത്രമാധ്യമം എന്നുള്ളതിനേക്കാൾ ഇപ്പം നമ്മുടെ ലൈവ് മീഡിയകളാണ്. ഇപ്പോഴുള്ള നമുക്ക് എത്രയോ ചാനലുകൾ നമ്മളെ ശരിക്കും നമ്മളെ നിയന്ത്രിക്കുന്ന പോലും അവരാണോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ ഒരു ധർമ്മം സമൂഹത്തിലെ നന്മ തിരിച്ചു കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ പഴയ സ്നേഹം കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ നല്ല ഒരു ഓണക്കാലത്തെ വരവേൽക്കാനുള്ള, എല്ലാവരും ഒരുമിച്ചുള്ള, അതാണല്ലോ നമ്മുടെ സങ്കല്പം. കേരളത്തിൻ്റെ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ സമചിത്തതയോടെ കാണുന്ന ഒരു ആഘോഷം, അതാണ് ഓണം. അപ്പോൾ അതിനെ നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു കാലം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വേണം എനിക്ക് സമയത്ത് പറയാം. സാറിപ്പം നമ്മളോട് പറഞ്ഞത് പല പ്രാവശ്യം സാർ എടുത്തെടുത്ത് നമ്മളോട് പറഞ്ഞു, സ്നേഹം, സാമൂഹ്യ സ്നേഹം, മനുഷ്യൻ്റെ സ്നേഹം എന്നൊക്കെ. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ സ്നേഹസാരമിക സത്യമേകമാണ്, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫാദർ ആബേലച്ചൻ കുറിച്ചു, സ്നേഹം ഹൃദയത്തിലാണെന്ന്. ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കി സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം എന്ന് അദ്ദേഹം പറഞ്ഞു. അവനവൻ്റെ ഹൃദയത്തിലാണ് ദൈവം സ്ഥിതി ചെയ്യുന്നതെന്നും അത് സ്നേഹമാണെന്നും ആബേലച്ചനും പറഞ്ഞു വെച്ചു. ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ സ്നേഹമാണ്, ആ സ്നേഹബന്ധങ്ങളാണ്. അതാണ് സാറിപ്പം നമ്മളോട് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഇരുന്ന, ഈ ഓണക്കാലം നമ്മളോടൊപ്പം ചിലവഴിച്ച ശ്രീ പ്രദീപ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. വളരെ ഹൃദയപൂർവ്വം നന്ദി സാർ.